കേട്ടാ. ഇവിടെ ഒട്ടകമാണുള്ളത്. ഈ വെള്ള ഒട്ടകത്തിൻ്റെ പ്രത്യേകത കണ്ടാ, അതിന് ഇടയിൽ ആൾ ഇരുന്ന് പോകാനുള്ള സെറ്റപ്പിലുള്ള ഒട്ടകമാണ്. മറ്റേ ബ്രൗൺ ഒട്ടകം 2 ഒരു വൈറ്റ് ഒട്ടകം ഉണ്ട്. അവർക്കൊരു പ്രശ്നമില്ല, ചൂടൊന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല. അവരെ സ്വന്തം രാജ്യമാണല്ലോ, അതുകൊണ്ട് അവരിങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഉണ്ടോ, ഇത് വരയാടുകളാണ് കേട്ടോ. ഇതേ അതിന് ജീവിക്കാൻ കണക്കാക്കിയിട്ടാണ് ഈ പാറയും കുന്നുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. വരയാടുകൾക്കുള്ള ആ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പോപ്പുലേഷൻ 26,500, ലൈഫ് സ്പാൻ 12 മുതൽ 16 വർഷം. എല്ലാ സംഭവവും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 26,500 എണ്ണം ഉണ്ടോ ഇവിടെ ഈ സാധനം. എൻ്റെ പൊന്നു, അത് ഇവിടെയല്ല, എനിക്ക് തോന്നുന്നു മൊത്തം സൗദിക്കകത്തുള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു 10-100 എണ്ണം ഉണ്ടാവും സാധനം എങ്ങനെയാണെങ്കിലും. സാധാരണ ആടുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ. അതോ ഇതെല്ലാം വരയാടി തന്നെ, അതിൻ്റെ ആണും പെണ്ണും അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. അല്ല, ആടുള്ളിടത്ത് എന്തായാലും പ്രാവും കാക്കയൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ കാക്കകളാണ് ഉണ്ടാവുക, ഇവിടെ നിറച്ച് പ്രാവാണ് കേട്ടോ. അതിൻ്റെ വേസ്റ്റ് തിന്നാനും കുത്തിപ്പറിക്കാനും ഒക്കെ ആയിട്ടുണ്ടല്ലോ. ഇവിടെയും അവർക്ക് വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചാടിക്കറി ഇപ്പുറത്തേക്ക് വരാൻ സാധ്യതയില്ല. എവിടെ ക്യാറ്റ്? ക്യാറ്റല്ലടാ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെമർ കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെമർ. ഇത് അവിടെ കിടപ്പുണ്ട് സാധനം. ആ സൈഡിലുണ്ട്, ആ സൈഡിലുണ്ട്. ഇത് കാണിച്ചു തരാം. ഒരെണ്ണം അതിനകത്ത് കയറി കിടക്കാണ്, ബാക്കി ഒരെണ്ണം ഇങ്ങനെ വെളിയിലിരിപ്പുണ്ട്. ഇവിടെ ഇതെന്താ കാട്ടുപൂച്ചയോ ഈ കാണുന്നത്? ഓ, ശരിക്കും പൂച്ച തന്നെയല്ലോ, പുലി പോലെ ഉണ്ട് സാധനം. വരുന്നു. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഭ്രാന്തിച്ച് പിടിച്ച് നടക്കുകയാണ് ചൂടെടുത്തത് കാരണം. അവിടെയുള്ള സാധനം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ ഓടിക്കളിക്കുന്നു. ഇവിടെ പിന്നെ ഇത് ജഗുറോണ്ടി. ഇതെന്താ ചെറിയൊരു സാധനം ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞു പൂച്ച പോലത്തെ സാധനം. പൂച്ചയല്ല, കുരങ്ങുമല്ല, വല്ലാത്തൊരു സാധനം. എന്താടാ അതിന്റെ പേര്? നോക്കിയേ, റൂമറുണ്ടിയ, വൈറ്റ് എറഡ് മാർമോയിസ്റ്റ്. സെൻട്രൽ ബ്രസീൽ, അമേരിക്ക. അതെ, ഇവിടെ കിടപ്പുണ്ട്. ഇത് ബ്രസീൽ, അമേരിക്കയില. പോപ്പുലേഷൻ എൻ്റെ 3 ലക്ഷം സാധനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അല്ല കേട്ടോ, ലോകം ഒട്ടാകെയാണ്. ഹലോ. യെസ്, താങ്ക് യു. ആവശ്യം പോലെ കേട്ടോ, കുഞ്ഞു തീരെ കുഞ്ഞായിട്ടുള്ള സാധനം. അത് ബ്ലാക്ക് എറാൾഡ് മാർമോയിസ്റ്റ്. അതെവിടെ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ ബോർഡ് മാത്രമേ ഉള്ളൂ, സാധനങ്ങളൊക്കെ എവിടെയോ കയറി ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കൂട്ടിനകത്താണോ അതോ ശൂന്യാകാശത്താണോ എവിടെയാണെന്നൊന്നും അറിയില്ല. ചൂടായതുകൊണ്ട് ഇത് റെഡ് ലിമൂർ. ഇതിനെയൊന്നും കാണാനില്ല, ഇതിനെയും കാണുന്നില്ല. എവിടെ മോനെ? യെസ്, ആ ഡോറിൻ്റെ സൈഡിലുണ്ട്. ഓക്കെ, അവിടെ ഉണ്ട് സാധനം, അവിടെ ഉണ്ട്. ഇരിക്കുന്നു കേട്ടോ, നീ കാണുന്നുണ്ടോ? ക്ലിയർ അല്ല, ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവരൊക്കെ അതിനുള്ളിലാണ്. Excuse me, can I be the photo? Hello, excuse me, can I be a photo? కాచడుతుంది దాడుతుండు అల్లు అది
Get out. Kachi. Wah, Kachi. Wait here. شو هديرة؟ عبد الله ايه هذا عبد الله حبيبي انا نمت اي والله هذا عبد الله شاهيني ولا كذا اجل انت الاثنين يو ഇതാണ് ഗിബ്ബോൺസ് കുരങ്ങൻ്റെ മേയർ രൂപമാണ് കേട്ടോ. അതേ അളിയും ഇവിടെ കയറി ഇരിപ്പുണ്ട്. എന്തായാലും ഇതേ ഇരിക്കുകയാണ്. ഹായ്. എന്തൊക്കെ അടിച്ച് പൊളിച്ചങ്ങനെ തിന്ന് ഉല്ലസിക്കുകയാണ്. അതിൻ്റെ കയ്യിലൊക്കെ നീളം നോക്കിയ വിരളിൻ്റെയൊക്കെ ഇതൊന്നാണ് കടിച്ച് പറിക്കണമെന്ന് അറിയില്ല. പല്ലൊന്നും തേക്കലൊന്നുമില്ലല്ലോ മോനെ. പല്ലി തേച്ചില്ലാടാ രാവിലെ? ഒരു ശ്രദ്ധയില്ല, വിവരമില്ലാത്ത ആള്. ഇതില്ല, തീരെ ഇല്ല. സ്പൈഡർ മങ്കി ഇത് കേട്ടാ, സ്പൈഡർ മങ്കിയാണ് ഇതേ അടുത്തത്. ഇതെവിടെ ഇങ്ങനെ ഉണ്ട്, ഇതേ പോണം. പുളിയും നനയൊന്നുമില്ല, ഇങ്ങനെ നടക്കുകയാണ്. ചൊറിഞ്ഞ് നടക്കുക. കുളിക്കുകയും നനയ്ക്കുകയൊന്നും ചെയ്യില്ല. മരത്തിൽ കയറാനുള്ളതിന് പകരം ആളുകൾ കമ്പി വേലിയിലാണ് കയറി കളിക്കുന്നത്. നോക്കിയേ, കമ്പി വേലിയിൽ മേളിൽ കയറി പോകണുണ്ടോ? ഇതാണ് ബ്ലാക്ക് ലെപ്പേഡ് ഉള്ളത് കേട്ടോ. ഇതിനകത്ത് അളിയന്മാർ കിടക്കുന്ന കിടപ്പ് നോക്കിയേ. 2 കാലുമൊക്കെ മേളിൽ പൊന്തിച്ച് അങ്ങനെ കിടക്കുകയാണ്. എന്താ ഇവർക്ക് പണിയൊന്നും ഇല്ലല്ലോ, ഇന്ന് ഡേ ഓഫ് ആണെന്ന് തോന്നുന്നത്. പറയാം, അത് കാരണം എത്ര റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങുന്നു ഉച്ച സമയത്ത്. നോക്കി നല്ല തണുത്ത വെള്ളം അരുവിയിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതിൽ കളിച്ച് ചിരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അതിങ്ങനെ ബ്ലാക്ക് ലെപ്പിയാർഡ് എന്ന് പറയുമ്പോൾ കാട്ടിൽ മഴക്കാടുകളിലാണല്ലോ ഇത് ഉണ്ടാവുന്നത് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മഴയുടെ ഒരു സെറ്റപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കിടന്നുറങ്ങുകയാണ്. തിന്നുക, കിടന്നുറങ്ങുക, അല്ല പിന്നെ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ഇതേ കിടക്കുകയാണ് 2 എണ്ണം. ജാഗ്വാറുണ്ട് കേട്ടോ, പക്ഷേ സംഭവം വെളിയിലൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് കൂട്ടിനകത്തും കണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു രക്ഷയില്ല ഇത് കാണാനായിട്ട്. എന്ന് പറഞ്ഞാൽ ജാഗ്വാറിൻ്റെ കൂടെ അടിപൊളിയാണ്. നല്ല മഴ പെയ്യുന്ന സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എയർ കണ്ടീഷണർ അല്ല, മഴ പെയ്യുന്ന ഒരു സെറ്റപ്പാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നെറ്റാണ് സാധനം. എവിടെയുണ്ട്, ഇവിടെയൊക്കെ ഇത് തകിടൊക്കെ ചവിട്ടി മറിക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണെന്ന് കാണാനില്ല. കൂടെ അടച്ചിട്ടേണ്. അപ്പോൾ ചിലപ്പോൾ ഒരു വൃത്തിയാക്കി, അതുകൊണ്ട് ഇവിടെ ഇപ്പോഴും കണ്ട് വൃത്തിയാക്കിയിട്ടൊക്കെ ഉള്ളൂ. അതിന് ശേഷം അതിനകത്തൊന്നും തുറന്നു വിട്ടിട്ടുണ്ടാവില്ല. കൂടെ അടച്ചിട്ടിരിക്കുക, അതിനകത്തായിരിക്കും, കൂട്ടിനകത്താണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം വൃത്തിയാക്കി അതിൻ്റെ നല്ല ലെവലാക്കിയിട്ടിരിക്കുക. ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ പോയി ഫോട്ടോ എടുത്തെന്ന് പറയണം. ഏറ്റവും അടുത്തിരുന്ന് ഫോട്ടോ എടുത്തെന്ന് പറയണം. ഇതേ നോക്കിയേ, ഊശാൻ താടിയും 2 ചെവിയും പൊന്തിച്ചുള്ള ഇരിപ്പ്. ഇങ്ങോട്ട് നോക്കടാ. എടാ ഇങ്ങോട്ട് നോക്ക്. യെസ് ഇതാ വേണ്ട, ഊശാൻ താടിയും അതുപോലെ തന്നെ മീശയാണ് ഇവൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പേര്
യുറോസിയൻ ലൈനിക്സ അങ്ങനെ എന്താണ്. ഇതാണ് നമ്മളൊരു മലയാളി പോയി ഫോട്ടോ എടുത്ത് വളരെ ഫേമസ് ആയത്. എൻ്റെ കൂടാണ് കേട്ടോ, പൂമ അതിൻ്റെ കൂടാ. ഇത് നോക്കിയേ, സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല പുല്ലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ പുല്ലാണ് കേട്ടോ, അത് സെയിം സാധനം തന്നെ. പക്ഷേ ആളിയൻ ദേ കിടന്ന് ഉറങ്ങുകയാണ്, ഒറ്റയ്ക്കേ ഉള്ളെന്ന് തോന്നുന്നു. വേണ്ടോ, ദേ കിടന്ന് ഉറങ്ങുകയാണേ. പുള്ളി ചോറൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഉറങ്ങിക്കോ, നിൻ്റെ സമയം. ദേ നോക്ക് വേണ്ട, ദേ വീണ്ടും കിടന്നുറങ്ങി. ഒരു രക്ഷയില്ല. ഉറങ്ങ്, നിൻ്റെയൊക്കെ സമയം. സ്ട്രിപ്ഡ് ഹൈന എവിടെ ഉണ്ട് കേട്ടെ. ഈ കൂട്ടിനകത്ത് 2 പേര് ഇതേ കിടന്ന് ഉറങ്ങുകയാണ്. ഇവർക്കെല്ലാം ഇത് തന്നെ ജോലി ഒന്നാണ്, തിന്നുക ഉറങ്ങുക, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ തിന്നുക ഉറങ്ങുക, തിന്നുക ഉറങ്ങുക. ആ 2 ഉള്ളൂ കേട്ടോ. 2 വേണ്ടി 2 കൂടുമുണ്ട്, ഒരു കുളത്ത് നിറച്ച് വെള്ളമുണ്ട്. അതിൽ തിന്ന് കുളിച്ച് കടിച്ച് കിടന്നുറങ്ങുക. ആഫ്രിക്കൻ ലെപ്പേഡാണ് കേട്ടോ. സാധനവും ഇവിടെ ഉണ്ട്, പക്ഷേ ചൂടായതുകൊണ്ട് അളിയനും റെസ്റ്റ് എടുത്ത് കിടന്നുറങ്ങുകയാണ്. ഇവർക്ക് എല്ലാവർക്കും തിന്നുക കിടന്നുറങ്ങുക, അതേ കിടക്കണം, ഒരു രക്ഷയില്ല. കഴിക്കുക, കിടന്നുറങ്ങുക. മുകളിൽ നിന്ന് ഇങ്ങനെ മഴ വീണ പോകണക്ക് വെള്ളം വീഴുന്നുണ്ട്. അവരതുകൊണ്ട് അതൊക്കെ ആസ്വദിച്ച് ഇതേ കിടക്കണം കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ആള് ദേഷ്യം വന്ന് ചാടി എണീറ്റ് കേട്ടോ. അതെ, ആള് ചാടി എണീറ്റ്. പക്ഷേ ഞാൻ ഒരു 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് ഇറങ്ങിയപ്പോഴാണ് എണീറ്റ്. അത് കാരണം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കേട്ടാ. ആള് ചാടി എണീറ്റ്. എന്തായാലും ഗ്ലാസ്സിനകത്തായതുകൊണ്ട് നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല. അടിപൊളി കേട്ടോ, ഇത്രയും അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ജസ്റ്റ് ഗ്ലാസിൻ്റെ ഇതിൽ നോക്കിയാൽ അടിപൊളി. കാല് വെച്ച് കളിക്കുന്നുണ്ട്, അതിൻ്റെ കൂടുതൽ അതും ഇതാക്കുന്നുണ്ട്. ആള് ചാടി അടിയിട്ടിരിക്കുകയാണ് കേട്ടാ. എല്ലാവരും വീഡിയോ എടുക്കുകയാണ്.